ഒരു സ്ക്രിപ്റ്റ് സിനിമയെ എങ്ങനെ താങ്ങി നിർത്തുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നായി തോന്നിയ പടമാണ് ഈ സിനിമ. ഇതിൽ വലിയ സ്റ്റാർ വാല്യൂവോ അതിശയിപ്പിക്കുന്ന അത്ര വലിയ മാസ് എലമെന്റ്സോ ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കഥ, തിരക്കഥ, അതുകൊണ്ട് മാത്രം ഒരു സിനിമ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് കാണിച്ചു തരുന്ന രീതിയിലാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു മേക്കിംഗ്. ഈ സിനിമയുടെ എന്താ പറയുക, ജീവൻ തന്നെ നിൽക്കുന്നത് ഇതിൻ്റെ എഴുത്തിലാണ്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ സിനിമയില്ലേ, അല്ലെങ്കിൽ അതോ ലോസ്റ്റ് വെബ് സീരീസ്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കണ്ട ഫീൽ കിട്ടും. എന്ന് വെച്ചാൽ ആ രണ്ട് കോൺസെപ്റ്റുകൾ മിക്സ് ചെയ്ത് മലയാളത്തിൽ ഒരു സിനിമയായി മാറ്റിയതുപോലുള്ള അനുഭവമാണ് ഈ സിനിമ നൽകുന്നത്. പ്രത്യേകിച്ച് മിസ്റ്ററി, ടൈം ലൂപ്പ്, സസ്പെൻസ് എന്നീ ഘടകങ്ങൾ ഒത്തുചേർന്നിരിക്കുന്ന രീതിയിൽ സിനിമയുടെ നരേഷൻ മുന്നോട്ട് പോകുന്നു. അതിനോടൊപ്പം സിനിമാറ്റോഗ്രാഫി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമറ എടുത്തു പറയണം, ആ ലൊക്കേഷൻ്റെ ഫുൾ ബ്യൂട്ടി നന്നായിട്ട് ക്യാപ്ചർ ചെയ്ത് നമ്മുടെ മനസ്സിന്റെ മൈൻഡിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കഥയുടെ സ്ട്രക്ചർ തന്നെ അല്പം വ്യത്യസ്തമാണ് ബാക്കി സിനിമകളിൽ നിന്നും. അതായത് ഇതുവരെ മലയാളത്തിൽ ഇറങ്ങിയ സിനിമകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. ഇപ്പോൾ ടൈം ലൂപ്പാണ് സംഭവം മെയിൻലി. ഇപ്പോൾ പ്രസന്റിൽ നടക്കുന്ന കഥ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒരു ലൂപ്പിലേക്ക് വീണ് പാസ്റ്റിലേക്ക് പോകും. പിന്നെ അവിടെ നിന്ന് വീണ്ടും പ്രസന്റിലേക്കും പിന്നെ വീണ്ടും പാസ്റ്റിലേക്കും തിരിച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു പോക്ക്. അപ്പോൾ ടൈം ലൂപ്പിന്റെ ഒരു വലിയ അയ്യരുകളിയാണ് സിനിമ. ഈ ലൂപ്പിംഗ് നരേറ്റീവ് തന്നെയാണ് സിനിമയുടെ പ്രധാന ഹുക്ക് എന്ന് പറയുന്നത്. പിന്നെ സിനിമയുടെ തുടക്കത്തിൽ ഒരു 5 മിനിറ്റ് വരെ ചെറിയൊരു ലാഗ് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് അപ്പം നമ്മൾ ഓർക്കും ഈ സിനിമ ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത്, ഇങ്ങനെ അഭിനയം കണ്ടാലും നമുക്ക് വലിയ സുഖം തോന്നത്തില്ല. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ആ പടം അതിന്റെ മെയിൻ ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ ഒരു പേസ് പിടിക്കും. അതിനുശേഷം ക്ലൈമാക്സ് വരെ നല്ല എൻഗേജിങ് ആയിട്ട് സിനിമ പൊയ്ക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് സിനിമയുടെ ലൊക്കേഷൻ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. എനിക്ക് തോന്നുന്നത് കോട്ടയം ജില്ലയിലെ വെള്ളൂർ എന്ന സ്ഥലത്താണ് ഇതിന്റെ സിനിമയുടെ മിക്ക ലൊക്കേഷൻസും കാണിച്ചിരിക്കുന്നത്. ഈ പിറവം റോഡ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. KPPL ഫാക്ടറി എന്ന് പറഞ്ഞ ഒരു പഴയ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ഉണ്ട്, അതിന്റെ അടുത്തായിട്ടാണ് ഈ ലൊക്കേഷൻസ് മൊത്തത്തിൽ കാണിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നോക്കുമ്പോൾ സ്ക്രിപ്റ്റ്, ലൊക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ, ഈ 3 ഘടകങ്ങളാണ് ഈ സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് ഈ അഷ്കർ അലിയുടെ മെയിൻ ആക്ടറിന്റെ അഭിനയമാണ്. ചിലയിടങ്ങളിൽ ഒരു നാച്ചുറൽ ഈസിനെസ് ഫീൽ ചെയ്തിട്ടില്ല പുള്ളിയുടെ സീൻസിൽ. പിന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ പുള്ളി പേടിച്ച് അഭിനയിക്കുന്ന പോലെ തോന്നിപ്പോയി. അതായത് പേടിക്കാൻ വേണ്ടി പേടി കാണിക്കുന്ന പോലെ തോന്നിപ്പോയി. ബാക്കിയുള്ള ആക്ടേഴ്സ് ഇട്ട് നോക്കുമ്പോൾ പുള്ളി മാത്രം കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്ന പോലെ തോന്നി. എന്നാലും അധികം ബോറടിക്കാതെ തന്നെ പുള്ളി ബോറടിപ്പിക്കാതെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചിലയിടങ്ങളിൽ BGM അല്പം മിസ്പ്ലേസ്ഡ് ആയ പോലെ തോന്നി. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല ക്രൂ ഒക്കെ ഇവർക്ക് കിട്ടുമായിരുന്നെങ്കിൽ സിനിമ വേറെ ലെവലിലേക്ക് പോയേനെ. പിന്നെ കാസ്റ്റിംഗിൽ പെർഫെക്റ്റ് ആയി തോന്നിയത് വിനീതിന്റെ കാസ്റ്റിംഗ് ആണ്. അങ്ങേർക്ക് കൊടുക്കുന്ന ഒരു ഇൻട്രോ ഡയലോഗ് ഉണ്ട്, അത് മുതൽ തന്നെ പുള്ളിയുടെ പ്രസൻസ് സിനിമയിൽ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും. അതായത് പുള്ളിയുടെ ഷോൾഡറിലാണ് പിന്നെ സിനിമ അങ്ങ് പോകുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സ്ക്രീൻ ടൈം പുള്ളിക്ക് കൊടുക്കുമായിരുന്നെങ്കിൽ നന്നായിരിക്കുമായിരുന്നു എന്ന് തോന്നി. എന്നാലും കുഴപ്പമില്ല. ഞാൻ കൂടുതൽ പറയുന്നില്ല, സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഓവറോൾ പറയുവാണെങ്കിൽ ടൈം ലൂപ്പ് ബേസ്ഡ് മൂവീസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സിനിമ തീർച്ചയായും വർത്ത് വാച്ചിങ് ആണ്. വലിയ സ്കെയിൽ താരതരം ഒന്നും ഇല്ലെങ്കിലും കൺസെപ്റ്റ് നരേഷനും കൊണ്ട് ഈ സിനിമ ശരിക്കും പിടിച്ചിരുത്തുന്നുണ്ട്.